വയനാട്ടിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും പറയുമ്പോഴും ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. 2019 സ്മൃതി ഇറാനിയെ പേടിച്ച് അമിറ്റോയിൽ നിന്നും വയനാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ച് MP ആക്കി വിട്ടപ്പോൾ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. 2019 പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോഴും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും ഒന്നും അദ്ദേഹം വയനാട്ടിൽ കണ്ടില്ല. അവസാനം വയനാട് ജനത്തിന് വേണ്ടി സുരേഷ് ഗോപി പാർലമെന്റിൽ ശബ്ദമുയർത്തിയപ്പോൾ വയനാട് ജനതയുടെ പ്രശ്നങ്ങൾ മോദിയും ഉൾപ്പെടെയുള്ള പരിസ്ഥിതി മന്ത്രാലയത്തെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാഹുലും പ്രിയങ്കയും വയനാട്ടിൽ വന്നത് ഒറ്റ ലക്ഷ്യത്തോടെയാണ്. വയനാട്ടിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രം അന്ന് അവിടെ വന്ന് അഭിനയം കാണിച്ചത്. ഈ അഭിനയം അന്ന് BJP IT സെൽ മേധാവി പൊളിച്ചു കൊടുത്തു. അമിത് മാളവിയുടെ എക്സ്പോസ് ഇങ്ങനെയായിരുന്നു: വയനാട്ടിലെ മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും രാഹുലും കോൺഗ്രസുമാണ് ഉത്തരവാദികൾ. അനിയന്ത്രിതമായ പാരിസ്ഥിതിക ചൂഷണം മൂലം വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ ഗാർഗിൽ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകൾ അന്ന് കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ച കോൺഗ്രസ് സർക്കാരുകൾ തള്ളുകയായിരുന്നു. ഗാർഗിൽ റിപ്പോർട്ട് കുഴിച്ചുമൂടിയതും UPA സർക്കാരാണ്. ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നത് കൊണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീട് നഷ്ടപ്പെട്ടവർക്കും സഹായമാകില്ല. ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറാകണം എന്ന് എക്സിൽ കുറിച്ചു. നമസ്കാരം. ദിവസങ്ങളായി വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞിരിക്കുകയാണ് വയനാട്ടിലെ ദുരന്ത കാഴ്ച. കണ്ണീരാലും നെഞ്ചിടിപ്പാലും ഏവരുടെയും മനസ്സിൽ മങ്ങാത്ത ചിത്രമായി വയനാടുണ്ട്. അനിയന്ത്രിതമായ പാരിസ്ഥിതിക ചൂഷണം മൂലം ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഓരോ ജീവനെയും കവർന്നെടുത്ത വാർത്ത അറിഞ്ഞ് പല ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് കൈകൾ സഹായ സ്പർശവുമായി അവിടേക്ക് ഓടിയെത്തി. എന്നാൽ ഒരാൾ മാത്രം വന്നെത്താൻ വൈകി. വയനാട്ടിലേക്കുള്ള വണ്ടി പിടിച്ചപ്പോൾ ഡ്രൈവർ സ്റ്റിയറിംഗ് അല്പം ഒന്ന് മാറി സുഖവാസ കേന്ദ്രത്തിൽ കൊണ്ടുപോയി എത്തിച്ചു കാണും. അതിൽ മുഴുകിയൊന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ച് ഒന്ന് ഉറക്കമെഴുന്നേറ്റപ്പോഴായിരിക്കും ദുരന്തഭൂമിയിലെത്താൻ 3-ാം നാളായത്. അതെ, വയനാട്ടിലെ ഒരു പറ്റം ആളുകൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഏത് അപകടത്തിലും തുണയായിരിക്കുമെന്ന് കരുതി അവർ വിജയിപ്പിച്ച അവരുടെ സ്വന്തമെന്ന് വിശ്വസിച്ചു പോയ രാഹുൽ ഗാന്ധിയെ വയനാടിനെ നയിക്കാൻ അവിടുത്തെ ആളുകൾ ചെങ്കോലും കിരീടവും നൽകി വീണാൽ വാഴ്ത്തിയ തീരുമാനിച്ച രാഹുൽ ഗാന്ധിയെ ജീവനും ജീവിതവും തിരിച്ചു കിട്ടാൻ വേണ്ടി വയനാട്ടിലെ ജനങ്ങൾ കരഞ്ഞു നിലവിളിച്ചപ്പോൾ ഈ അധികാരത്തെ വന്നെത്താൻ വൈകിപ്പോയി. എന്നിട്ട് എത്തിയപ്പോഴോ ഓസ്കാർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം കൊടുക്കാൻ പാകത്തിലുള്ള തകർപ്പൻ അഭിനയങ്ങൾ. പ്രിയങ്ക ഗാന്ധിയെ കൂടെ കൂട്ടി KC വേണുഗോപാലിനെയും VD സതീശനെയും ഒപ്പം വയനാട്ടിലെത്തിയ ശേഷം ആദ്യം ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഏകോപനത്തെക്കുറിച്ച് അന്വേഷിക്കുകയും തുടർന്ന് ഉരുൾപൊട്ടൽ നാശം വിധിച്ച മേഖലയിലെ ദുരന്താശ്വാസ ക്യാമ്പുകളും ചികിത്സയിലുള്ളവരെയും സന്ദർശിച്ച ശേഷം ദുരന്തത്തിൽ ഇരയായവർക്ക് 100 വീട് കോൺഗ്രസ് വെച്ചു നൽകുമെന്ന് വാഗ്ദാനം. മേപ്പാടിയിലെ പഞ്ചായത്ത് ജനപ്രതിനിധികളുമായി നടത്തിയ ആശയവിനിമയത്തിൽ ഇക്കാര്യം പരാമർശിച്ചു. ഒപ്പം എല്ലാ രക്ഷാപ്രവർത്തനത്തിനും വേണ്ട എല്ലാ സഹകരണവും നൽകുകയും കേന്ദ്ര സർക്കാരിൽ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും വെച്ചങ്ങ് കാച്ചിക്കൊടുത്തു. അപ്പോൾ ആ വേദിയിൽ KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPC പ്രസിഡന്റ് K സുധാകരൻ, MP രാജ്മോഹൻ ഉണ്ണിത്താൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശംഷാദ് മരിക്കാർ എന്നിവ സന്നിധരായിരുന്നു. ശേഷം തുടർന്നുള്ള 2-ാം ദിവസവും അഭിനയത്തിന്റെ മാറ്റുകൂട്ടാൻ രാഹുൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്നതിടെ വെള്ളാർമല സ്കൂളിനടുത്തെത്തിയപ്പോൾ അഭിനയം അത്ര ഒന്നും ഏറ്റില്ല. അല്പം ഒന്ന് പാളിപ്പോയി. കിട്ടി അവിടുന്നൊന്ന്. നാട്ടുകാർ രോക്ഷപ്രകടനവുമായി അവിടെ കൂടി നിന്ന് രാഹുലിനെ വളഞ്ഞു. രാഹുലിനോട് കാറിൽ നിന്ന് പുറത്തിറങ്ങണമെന്നായിരുന്നു അവിടെ കൂടി നിന്നവരുടെ ആവശ്യം. ഒപ്പം തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും അവർ പിടിച്ചു നിർത്തി പറഞ്ഞു. എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങിയാൽ ചെളി പുരണ്ടാലോ എന്ന് വിചാരിച്ച് രാഹുൽ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. എന്നിട്ടൊരു ഡയലോഗ്: താൻ രാഷ്ട്രീയം കളിക്കാൻ വന്നതല്ലെന്നും രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്താൻ എത്തിയതാണെന്നും. ഇതിന്റെ ഇടയിൽ മാധ്യമങ്ങൾ ഉടൻ എത്തുമെന്ന് അറിയിച്ച താങ്കൾ പിന്നീട് സന്ദർശനം മാറ്റിയ കാര്യം തിരക്കിയപ്പോൾ കാലാവസ്ഥ മോശമായത് കാരണം യാത്ര ഒഴിവാക്കിയതാണെന്നാണ് മറുപടി നൽകിയത്.